SSLV D2 EOS-7 എന്ന മിഷൻ ISRO ലോഞ്ച് ചെയ്യുന്നത് ഫെബ്രുവരി 10, 2023 ഓർത്തുവയ്ക്കുക. ഫെബ്രുവരി 10, 2023 SSLV D2 EOS-7 എന്ന മിഷൻ ISRO ലോഞ്ച് ചെയ്യുന്നത്. ഇത് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നിട്ടാണ് ലോഞ്ച് ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ പ്രധാനപ്പെട്ട എല്ലാ ഉപഗ്രഹങ്ങളും ലോഞ്ച് ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലുള്ള ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ്. ഈ മിഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് SSLV D2 കുറിച്ചാണ്. എന്താണ് SSLV D2? സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഡെമോൺസ്ട്രേഷൻ 2. എന്താണ് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഡെമോൺസ്ട്രേഷൻ 2? എന്താണ് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ? ഈ ലോഞ്ച് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് സിമ്പിളായിട്ട് മെൻഷൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് ഒരു മിഷൻ എടുത്താൽ അതിൽ പ്രധാനമായും 2 ഭാഗങ്ങളുണ്ടായിരിക്കും. ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ഒരു സാറ്റലൈറ്റ്. ആ സാറ്റലൈറ്റിനെ ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഒരു നിശ്ചിത ഭ്രമണപഥത്തിൽ എത്തിക്കുന്നതിനായിട്ട് നമുക്കൊരു റോക്കറ്റ് ആവശ്യമാണ്. ആ റോക്കറ്റിന് പറയുന്ന പേരാണ് ലോഞ്ച് വെഹിക്കിൾ. ഓക്കെ, പിന്നെന്താണ് D2 ഡെമോൺസ്ട്രേഷൻ 2? അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? നമ്മൾ SSLV D2 എന്നത് ആദ്യത്തെ പരീക്ഷണമല്ല, 2ാമത് പരീക്ഷണമാണ്. ആദ്യത്തെ പരീക്ഷണം 2022 SSLV D1 എന്ന പേരിൽ നടത്തി. പക്ഷേ അത് പൂർണ്ണമായൊരു വിജയത്തിലേക്ക് എത്തിയിരുന്നില്ല. ആയതുകൊണ്ട് തന്നെ അതിൻ്റെ തുടർച്ചയെന്നോണം SSLV D2 എന്ന പരീക്ഷണം 2023 ഫെബ്രുവരി 10 നടത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷണം വളരെയധികം വിജയകരമായി തീർന്നു. ഓക്കെ, ഈ പരീക്ഷണം വളരെയധികം വിജയകരമായിരുന്നു എന്ന് ഓർത്തുവയ്ക്കുക. ഇനി SSLVയെക്കുറിച്ച് കുറച്ചുകൂടി കൂടുതലായിട്ട് മനസ്സിലാക്കാം. സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ SSLV ഈസ് capable ഓഫ് ലോഞ്ചിങ് മിനി മൈക്രോ നാനോ സാറ്റലൈറ്റ്സ് 10 to 500 kg മാസ് ഇൻ ടു 500 km പ്ലാനർ ഓർബിറ്റ്. എന്ന് വെച്ചാൽ 10 മുതൽ 500 kg വരെ മാസുള്ള മിനി മൈക്രോ നാനോ കാറ്റഗറിയിൽപ്പെടുന്ന സാറ്റലൈറ്റുകളെ 500 km അകലെയുള്ള ഓർബിറ്റിലേക്ക് എത്തിക്കുന്നതിനായിട്ടാണ് പ്രധാനമായും സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അഥവാ SSLV ഉപയോഗിക്കുന്നത്. ഒന്നുകൂടി ശ്രദ്ധിക്കുക, 10 മുതൽ 500 kg വരെ മാസുള്ള ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കുന്നതിനായിട്ടാണ് പ്രധാനമായിട്ടും സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അഥവാ SSLV ഉപയോഗിക്കുന്നത്. എന്നാൽ 500 kg മുകളിൽ ഭാരമുള്ള ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കുന്നതിനായിട്ട് ഇന്ത്യക്ക് മറ്റ് ഉപഗ്രഹങ്ങൾ ലോഞ്ച് വെഹിക്കിളുകളുണ്ട് അല്ലേ? ആ ലോഞ്ച് വെഹിക്കിൾ ഏതൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. PSLV ഉണ്ട്, GSLV Mk3 അല്ലേ? GSLV Mk3 ഇപ്പോൾ മറ്റൊരു പേരിലാണ് അറിയപ്പെടുന്നത്. ഏതാണ് പേര് എന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നീട് SSLV ഈസ് എ 3-stage വെഹിക്കിൾ വിത്ത് ആൾ സോളിഡ് പ്രൊപ്പൽഷൻ. എന്താണ് പറയുന്നത്? SSLV എന്നത് 3 സ്റ്റേജുള്ളൊരു വെഹിക്കിളാണ്. അതിൽ എല്ലാ സ്റ്റേജിലും സോളിഡ് പ്രൊപ്പൽഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഖര ഇന്ധനം ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ 3 സ്റ്റേജും പ്രവർത്തിക്കുന്നത്. ഇതൊരു 3 സ്റ്റേജ് വെഹിക്കിളാണെന്ന് കൃത്യമായി ഓർത്തിരിക്കുക. ഒന്നുകൂടി വിശദമായിട്ട് പറഞ്ഞാണെങ്കിൽ ഇത് SSLVയുടെ ഏറ്റവും അഗ്രഭാഗത്തായിട്ട് നമ്മൾ ഉപഗ്രഹങ്ങൾ ഘടിപ്പിക്കുന്നു. അതിനുശേഷം വരുന്ന ഭാഗങ്ങളാണ് പ്രൊപ്പൽഷൻ സ്റ്റേജുകൾ അല്ലേ? 1, 2, 3 സ്റ്റേജിലാണ് ഇതിൻ്റെ പ്രൊപ്പൽഷൻ വരുന്നത്. ഏറ്റവും ആദ്യത്തേത് സോളിഡാണ്, അതുപോലെ തന്നെ 2ാമതും സോളിഡ്, 3ഉം സോളിഡ്. ഈ 3 സ്റ്റേജിലും സോളിഡ് പ്രൊപ്പൽഷനാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ PSLVയുടെ സ്റ്റേജസ് ഓഫ് പ്രൊപ്പൽഷനെ പറ്റിയിട്ട് ഒരുപാട് മത്സര പരീക്ഷകൾ ചോദിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ PSLVയിൽ ഏറ്റവും ആദ്യം സോളിഡും, 2ാമത് ലിക്വിഡ്, 3ാമത് സോളിഡ്, പിന്നെ 4ാമത് ലിക്വിഡ് എന്നിങ്ങനെ 4 സ്റ്റേജിലാണ് PSLVയുടെ പ്രൊപ്പൽഷൻ സ്റ്റേജുകളുള്ളത്. അത് PSLV എന്ന് പറയുന്ന പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിൽ 4 സ്റ്റേജിലാണുള്ളത്. എന്നാൽ SSLVക്ക് 3 സ്റ്റേജേ ഉള്ളൂ. ആ 3 സ്റ്റേജും സോളിഡാണെന്ന് കൃത്യമായി ഓർത്തിരിക്കുക. ഇനി ഇതിൻ്റെ മിഷൻ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച് നോക്കിയാൽ, മിഷൻ ഒബ്ജക്റ്റീവ്സ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ SSLVയുടെ ഒരു ഡെമോൺസ്ട്രേഷൻ ആദ്യമായിട്ട് ഇത് നടത്തുന്നു. പിന്നീട് 3 പ്രധാനപ്പെട്ട ഉപഗ്രഹങ്ങൾ ഇത് വിക്ഷേപിക്കുകയുണ്ടായി. അതിൽ EOS-7 എന്നൊരു ഉപഗ്രഹം, എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്, അതിനുശേഷം ജാനസ് എന്നൊരു ഉപഗ്രഹമുണ്ട്, ആസാദി സാറ്റ് എന്നൊരു ഉപഗ്രഹമുണ്ട്. എന്നിങ്ങനെ 3 ഉപഗ്രഹങ്ങളെ 450 km സർക്കുലർ ഓർബിറ്റിലേക്ക് എത്തിച്ചു. EOS-7, ജാനസ് 1, ആസാദി 2 എന്നീ 3 ഉപഗ്രഹങ്ങളെ 450 km അകലെയുള്ള സർക്കുലർ ഓർബിറ്റിലേക്ക് എത്തിച്ചു. ഓക്കെ, ഇനി ഈ ഉപഗ്രഹങ്ങളെക്കുറിച്ച് ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ, EOS-7 എന്ന ഉപഗ്രഹം ISROയാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് കാണാം. ജാനസ് 1 എന്ന ഉപഗ്രഹം അൻറ്റാരിസ് എന്ന് പറയുന്ന ഒരു US-ലെ സ്പേസ് ഏജൻസി നിർമ്മിച്ചതാണ്. ആസാദി 2 എന്ന ഉപഗ്രഹം സ്പേസ് കിഡ്സ് ഇന്ത്യ എന്ന് പറയുന്നൊരു
സ്റ്റാർട്ടപ്പ് ഓർഗനൈസേഷൻ്റെ കീഴിൽ 750 വിദ്യാർത്ഥിനികൾ ചേർന്ന് നിർമ്മിച്ചതാണ്. ഈ ഉപഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ആസാദി 2 തന്നെയാണ്. ആസാദി 2 നിർമ്മിച്ചിരിക്കുന്നത് ഹിന്ദിയിൽ അങ്ങോളം ഇങ്ങോളമുള്ള വിദ്യാലയങ്ങളിലെ 750 വിദ്യാർത്ഥിനികൾ സ്പേസ് കിഡ്സ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് ഓർഗനൈസേഷന് കീഴിൽ നിർമ്മിച്ചതാണെന്ന് കൃത്യമായി ഓർത്തിരിക്കുക. ഇത്രയുമാണ് SSLV D2 EOS-7 മിഷനെ കുറിച്ചിട്ട് നമുക്ക് പ്രധാനമായിട്ടുള്ള വസ്തുതകൾ പറയാനുള്ളത്. ഇനി